മാർക്കറ്റ് ഒരു 5% താഴോട്ട് പോയാൽ നിങ്ങൾ അൺകംഫർട്ടബിൾ ആവും. ഇനിയിപ്പോൾ 10% താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയാവും. പിന്നെ 20%-ഓളം മാർക്കറ്റ് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സ്കെയർഡായിട്ട് മൊത്തം സെൽ ഔട്ടും ചെയ്യും. എന്നിട്ട് നിങ്ങൾ സെല്ല് ചെയ്ത നെക്സ്റ്റ് ഡേ മുതൽ മാർക്കറ്റ് റിക്കവർ ആവുകയും ചെയ്യും. സോ ഇത് മിക്ക ആൾക്കാർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാവരുടെയും ബ്രെയിൻ ഒരു വിയേർഡാണ്. ലോസ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് സെൽ ഔട്ട് ചെയ്തിട്ട് അതിന് എസ്കേപ്പ് ചെയ്യണമെന്നാവും എല്ലാവരുടെയും മൈൻഡ് സെറ്റ് വരിക. അപ്പോൾ മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് ടെമ്പററിയാണ്. പക്ഷേ നിങ്ങൾ പാനിക് ചെയ്ത് സെല് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആവും. അപ്പോൾ മിക്ക കേസുകളിലും മാർക്കറ്റ് അല്ല വില്ലൻ, നമ്മുടെ മനസ്സാണ്. സോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ഇങ്ങനത്തെ ക്രാഷൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് മുന്നോട്ട് പോവുക. അവരുടെ പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ക്രാഷും ഡിപ്സൊക്കെ വരുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യാനാവും നോക്കുക. ആ വഴി നമുക്ക് സ്റ്റോക്സ് ഒക്കെ ഡിസ്കൗണ്ടഡ് റേറ്റ്സിൽ അക്വയർ ചെയ്യാൻ പറ്റും. സോ മാർക്കറ്റ് കറക്ഷൻസ് ആർ നോർമൽ. മാർക്കറ്റ് ഒരിക്കലും ഇങ്ങനെ പോവില്ല. എപ്പോഴും ഒരു ഡിസ്കൗണ്ട് തന്നിട്ടേ മാർക്കറ്റ് മുകളിലോട്ട് പോവുള്ളൂ. അപ്പോൾ ഈ ക്രാഷസ് ഒക്കെ ഓടിപ്പോകാനുള്ള വാർണിംഗ് സൈൻ ഒന്നുമല്ല. അത് ചിലപ്പോൾ ഒരു ഡിപ്പാവും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ക്രാഷായി കിടക്കുന്ന സ്റ്റോക്സൊക്കെ പോയി ഡിസ്കൗണ്ട് റേറ്റ് മേടിക്കണം എന്നല്ല. ആ സ്റ്റോക്സിനെ കുറിച്ച് നല്ലോണം പഠിച്ച് അതിന് തിരിച്ച് മുകളിലോട്ട് വരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം മേടിക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈം മാർക്കറ്റ് ക്രാഷ് കണ്ടു കഴിഞ്ഞാൽ പാനിക് ആവാതെ ബി പ്രിപ്പയർഡ്.